ورحمة الله. الحمد لله كثيرا طيبا مباركا فيه ربنا غير الله، وصلى الله وسلم على نبينا محمد وآله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ ഫള് കൊണ്ട് റമദാനിന്റെ 15 ദിനരാത്രങ്ങൾ നമ്മൾ പൂർത്തിയാക്കി 16ന്റെ രാത്രിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞു പോയ 15 നോമ്പുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റമദാനിന്റെ 15 നോമ്പുകൾ കഴിഞ്ഞു എന്നാൽ അതിനർത്ഥം നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും പാപമോചനവും നരക മോചനവുമായി കടന്നു വന്ന 15 ചാൻസുകൾ നമ്മിൽ നിന്ന് തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. റമദാനിന്റെ ഓരോ ദിവസങ്ങളിലുമുണ്ട് പാപമോചനവും നരകമോചനവും. അള്ളാഹു അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ നോമ്പ് കൊഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ഓരോ അവസരങ്ങളാണ് തീർന്നു പോകുന്നത് എന്ന ബോധ്യത്തോടെ അടുത്ത നോമ്പിലേക്ക് വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടുകൂടി, ഗൗരവത്തോടുകൂടി നാം മുന്നേറണം. കഴിഞ്ഞ റമദാനിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറുകളിലാണ്. ഈ റമദാൻ നമ്മിൽ ആരൊക്കെ പൂർത്തിയാക്കുമെന്ന് അള്ളാഹുവിനെ അറിയൂ. അള്ളാഹു എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിട്ടിയ സന്ദർഭം നാം നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഖബറിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ടുന്നതാണ്. ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ പോകേണ്ടുന്ന ഒരു സ്ഥലമാണ് ഖബർ എന്ന് പറയുന്നത്. അത് നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. ഖബർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖബർ നമ്മോട് സംസാരിക്കുന്നു എന്ന് ഒരു കാവ്യഭാഷത്തിൽ പറയുകയുണ്ടായി. ഒരു കവി പറയുകയാണ്, ഖബർ പറയുന്നു നമ്മോട്, മനുഷ്യ, നീ എൻ്റെ അടുക്കലേക്കാണ് വരേണ്ടത്. ഞാൻ മണ്ണിന്റെ തടവറയാണ്. അത് മറ്റൊരു കവി ഇങ്ങനെ പാടി പറയുന്ന കാണാൻ കഴിയും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതിലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ, മത്സരത്തിലാണവർ പരസ്പരം തിന്നുന്നതിൽ. ഇങ്ങനെ ധാരാളം ആളുകൾ ഖബറിന്റെ ഭയാനകതയെ കുറിച്ച്, ഖബറിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ധാരാളം കവിതകളായും പാട്ടുകളായും അല്ലാഹുവിന്റെ കലാമിനോട് നിറഞ്ഞു നിൽക്കുന്ന ആയത്തുകളായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്തിപ്പിക്കുന്ന ഹദീസിന്റെ വചനങ്ങളായും നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെ മറമാടിയാലും, അത് കത്തിച്ചു കളഞ്ഞാലും, വെള്ളത്തിലൊഴുക്കിയാലും, ചില ആളുകൾ
മരിച്ചു കഴിഞ്ഞാൽ കഴുകനെ തിന്നാൻ വേണ്ടി ഒഴിഞ്ഞ പ്രദേശത്ത് തൊലി ഉരിച്ചുകൊണ്ട് കഴുകന് ഭക്ഷണമായി വെക്കുന്ന വിശ്വാസികളുണ്ട്. ചില ആളുകൾ അത് കത്തിച്ച് കലക്കി കളയുന്ന ആളുകളുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് മണ്ണിൽ മറമാടുക എന്നുള്ളതാണ്. ഏത് വിധേനയാണെങ്കിലും എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം ഖബർ തന്നെയാണ്. അല്ലാഹു പറയുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അതെ, നിങ്ങൾക്ക് അവരുടെ പിന്നിൽ അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അവർക്ക് വിശാലമായ ഒരു ജീവിതമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഖബറിനെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടവരാണ്. ആ ഖബർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇനി അവർക്ക് സാധ്യമല്ല. ഓർക്കണേ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിൽ കഴിയാൻ തുടങ്ങിയിട്ട് 1400 വർഷങ്ങളിലേറെയായി. അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ ജീവിച്ചത് 63 വർഷമാണെങ്കിൽ ഭൂമിക്ക് താഴെ ഖബറിൽ 1400 വർഷമായി അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ഭൂമിയുടെ മുകളിൽ ജീവിച്ചുവെങ്കിൽ ആ നൂഹ് നബി അലൈഹിസ്സലാം ഖബറിലായതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നിരിക്കുകയാണ്. ഓരോ പ്രവാചകന്മാരും അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ട പ്രവാചകന്മാർ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ആയിരക്കണക്കിന് വർഷമായി മണ്ണിനടിയിൽ ഖബറിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി, നമ്മളും ഭൂമിയിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിക്കേണ്ടത് ആ ഖബറിലാണ്. അൽ ഖബർ അവ്വല മൻസിലും മിൻ മനാസിലിൽ ആഖിറ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖബർ പരലോകത്തേക്കുള്ള വീടുകളിൽ ഒന്നാമത്തെ വീടാണ്. ആ വീട്ടിലേക്ക് നിങ്ങൾ വെളിച്ചമുണ്ടാക്കിക്കോ. ആ വീട്ടിലേക്ക് നിങ്ങൾ വിശാലത ഉണ്ടാക്കിക്കോ. ഓരോരുത്തരും നിങ്ങൾ വീടുണ്ടാകുമ്പോ 14, 14, 14, 20, 25 ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ കമ്മ്യൂണിറ്റി ഹാളിനെ പോലെയുള്ള ബെഡ്റൂമുകൾ ഉണ്ടാക്കി അവർ അതിൽ എല്ലാവരുടെ ഫർണിച്ചറുകളും സെറ്റിൽമെന്റുകളുമായി കൊണ്ട് അവരതിൽ സന്തോഷിക്കുകയാണ്. എന്നാൽ സഹോദര, നീ ഉറങ്ങുമ്പോ ആ വിശാലമായ കട്ടിലിൽ ആ എസിയുടെ കുളിർമയിൽ നീ സുഖിച്ചു കിടക്കുമ്പോ ഒരു നിമിഷം ഒരു ചൂട് നിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ ഈ കിടത്തത്തിൽ എന്ന് മരിച്ചു പോയാൽ നാളെ രാവിലെ ഞാൻ ഉറങ്ങാൻ പോകുന്നത് പള്ളിക്കാരുടെ 6 മണിലാണ്. ആ 6 മണ്ണിന്റെ വീതി എത്രയെന്നറിയുമോ? മുകൾ ഭാഗം 3 അടിയും താഴ്ഭാഗം 1.5 അടിയുമാണ് അതിന് വീതിയുള്ളത്. ആ കുടുസായ ഖബറിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ ഖബർ കണ്ടു കഴിഞ്ഞാൽ മഹാന്മാരായ ആളുകളെല്ലാം വാവിട്ട് നിലവിളിക്കാറുണ്ടായിരുന്നു, കരിയാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂബക്കർ ബിൽ ജന്ന എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അവിടെ കരയുകയും ഭൂമിയിൽ നിന്ന് പുൽനാമ്പ് പറിച്ചെടുത്തുകൊണ്ട് ഒരിക്കൽ അബൂബക്കർ പറയുകയുണ്ടായി, പടച്ചവനെ, എന്നെ നീ പുല്ലായി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ ഖബറിൽ ഞാൻ കിടക്കേണ്ടി വരില്ലല്ലോ, എനിക്ക് ഹിസാബ് ഉണ്ടാവില്ലല്ലോ നാഥാ എന്ന് പറഞ്ഞ് പടച്ചവന്റെ ആ ഖബറിലെ പരീക്ഷത്തെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് സ്വർഗമെന്ന് പറഞ്ഞ അബൂബക്കർ കരഞ്ഞുവെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞ് താടിയിലൂടെ കണ്ണുനീരൊലിക്കുന്ന കണ്ടപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങളിത് കണ്ടുകൊണ്ടാണോ കരയേണ്ടത്? നിങ്ങൾ കരയേണ്ടത് നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടോ അല്ല നിങ്ങൾ കരയേണ്ടത്? ഖബർ കണ്ടാൽ നിങ്ങളെന്തിനാ കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ?
إن رسول الله صلى الله عليه وسلم قال إن القبر أول منازل الآخرة. ഖബർ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണ്. ആ ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ പിന്നീടുള്ള പരീക്ഷണങ്ങളെല്ലാം അവന് വളരെ എളുപ്പമായിരിക്കും. അതിനാരെങ്കിലും രക്ഷപ്പെടാതിരുന്നാൽ പിന്നെ അവിടെ അങ്ങോട്ട് കഠിനമായ പരീക്ഷണമാണ് അവന്. കാര്യങ്ങളൊക്കെ വളരെ പ്രയാസം ഞെരുക്കമായി മാറുകയും ചെയ്യും. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖബറിനെ പോലെ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറിനെ കുറിച്ച് നമ്മൾ 5 നേരവും അല്ലാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. 5 നേരവും നമ്മുടെ ആ ഖബറിനെ ഓർക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നമസ്കാരത്തിന്റെ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലാൻ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, നിന്നോട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? എല്ലാവരും അനുഭവിക്കേണ്ടുന്ന ഒരു ഞെരുക്കമാണ് ഖബർ. നമ്മൾ ആദ്യം തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ കണ്ടാൽ, ഇഷ്ടപ്പെട്ടവരെ കണ്ടാൽ ഒന്ന് ഹഗ് ചെയ്യുന്നത് പോലെ ഖബറിന്റെ ഒരു ഹഗ്ഗുണ്ട് കേട്ടോ. അത് സഹിക്കാൻ കഴിയുന്നതല്ല, അത് വളരെ പ്രയാസമുള്ള ഹഗ്ഗാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുമ്പോ കണ്ണീരൊഴുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഖബറ വഹുത്ത, തീർച്ചയായും ഖബറിന്റെ ഒരു ഞെരുക്കലുണ്ട്. വലൗകാന അഹദുൻ നാസിയം മിൻഹാ, ആ ഞെരുക്കലിൽ നിന്ന് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അതെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന് വെറും 5 കൊല്ലം മാത്രം ഇസ്ലാമായി മുസ്ലിമായി ജീവിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ നേരക്ക് വരുന്ന അമ്പുകളെല്ലാം ശരീരത്തിൽ ഏറ്റുവാങ്ങി ശരീരം മുഴുവൻ പഞ്ചറായിക്കൊണ്ട് രക്തം വാർന്നൊഴുകിയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖന്തഖ് യുദ്ധത്തിലാണ് ആ സംഭവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദിനെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ അവിടെ നിന്ന് നടക്കാൻ കഴിയാതെ പെരുവിരലിൽ ഇങ്ങനെ ഊതി ഞൊണ്ടി നടക്കുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തേ അവിടത്തെ കാലിന് പറ്റി? എന്താ അവിടുന്ന് കാല് ശരിക്കും നിലത്ത് വെക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് കാല് വെക്കാൻ സ്ഥലമില്ല സഹാബത്തെ, അല്ലാഹുവിന്റെ മലക്കുകൾ അത്രയും നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ അർശ് വിറച്ചുപോയ മലക്കുകൾ മുഴുവനും വാനലോകത്തെ ഇറങ്ങി വന്ന ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു ഖബറിൽ കൊണ്ട് വെച്ചപ്പോഴും ആ ഖബറിന്റെ ഒരു വഖത്തുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഖബറിന്റെ ഒരു ഞെരുക്കുണ്ട്, അതാരെയും വെറുതെ വിടില്ല. കൊണ്ടുവച്ചാൽ ഒരു ഞെരുക്കമാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരൊറ്റ ഞെരുക്കമേ ഉണ്ടാകൂ. എന്നാൽ പാപികളായ മുസ്ലിമായ ആളുകൾക്ക് അത് ഞെരുങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സുദീർഘമായ ഒരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാം. ആ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഖുദിഅൽ മയ്യിതു ഫീ ഖബ്രിഹി, ഒരു മയ്യിത്തിനെ ഖബറിൽ കൊണ്ടുവച്ചാൽ ഇന്നഹു യസ്മഉ ഖസ്ഖ നിആലിഹിം ഹീന യുവല്ലൂന അൻഹു, ആ മയ്യിത്തിന് തന്റെ അവസാനത്തെ കൂട്ടുകാരനും കണ്ണീരോടെ നടന്നു പോകുന്ന ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യിത്തിന് കേൾക്കാം. ആ മയ്യിത്തിന് അത് മാത്രമാണ് കേൾക്കുക. അതിനർത്ഥം മയ്യിത്ത് നമ്മൾ പറയുന്ന കാര്യമൊക്കെ കേൾക്കുമെന്നതിനർത്ഥമില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അങ്ങനെ ആ മയ്യിത്ത് അകന്നു പോയി കഴിഞ്ഞാൽ ഫഇൻ കാന മുഅ്മിനൻ, അവൻ മുഅ്മിനായ മനുഷ്യനായിരുന്നുവെങ്കിൽ, മുഅ്മിനായ മയ്യിത്താണെങ്കിൽ കാനത്ത് സ്വലാത്തു ഇൻദ റഅസിഹി,
ആ മനുഷ്യന്റെ തലയുടെ അടുത്ത് എല്ലാവരും പോയാൽ പിന്നെ ആ തലയുടെ അടുത്ത് വന്നുകൊണ്ട് നമസ്കാരം വന്നു നിൽക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരം വന്നു നിൽക്കുമോ? ചിന്തിച്ചോ? മുഅ്മിനാണെങ്കിൽ ഇഖ്ലാസോടെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, നമസ്കാരത്തിൽ റബ്ബിനെ ഓർത്തുകൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ഹൃദയം വിതുമ്പാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുജൂദിൽ പറയാറുണ്ടല്ലോ, സുബ്ഹാനല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുമ്പോ ചെയ്തു പോയ പാപങ്ങൾ നിന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ കണ്ണ് നനച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, റുകൂഇൽ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുമ്പോ ആ റുകൂഇൽ നിന്നുകൊണ്ട് നിന്റെ മനസ്സ് വിരുമ്പിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഖബറിനെ പരലോകത്ത് നിനക്ക് ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളെ ഖബറിൽ നിന്റെ നമസ്കാരം വന്നു നിൽക്കും. കടയിലേറെ തിരക്കുണ്ടാവുമ്പോ പെട്ടിയിലേക്ക് ഇങ്ങനെ പൈസകൾ ഇങ്ങനെ വന്നു ചാടുന്ന ആ സമയത്ത് അതാ പള്ളിയിൽ നിന്ന് കേൾക്കുന്നു, നമസ്കാരത്തിലേക്ക് വാടോ എന്ന് വിളിക്കുമ്പോ ആ പെട്ടിയിൽ അടച്ചു വെച്ച് നോക്കിക്കോ, ഞാൻ നമസ്കരിച്ചിട്ട് വരാമെന്ന് പറയാനുള്ള മനസ്സുണ്ടോ? അങ്ങനെ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടോ? കുളിരുള്ള പ്രഭാതത്തിൽ രാത്രി വൈകിയാണ് ഉറങ്ങിയതെങ്കിലും കുളിരുള്ള പ്രഭാതത്തിന് സുന്ദരമായ ഉറക്കം നിന്നെ തഴുകിപ്പുണരുമ്പോൾ അതെന്താ പുതപ്പ് വാരി മാറ്റിക്കൊണ്ട് അവരവരുടെ വിരിപ്പിൽ നിന്ന്, അവരുടെ ബെഡിൽ നിന്ന് പഠിച്ചവനോടുള്ള ഭയം കൊണ്ട്, അവന്റെ സ്വർഗത്തെ കുറിച്ചുള്ള ആഗ്രഹം കൊണ്ട്, അവന്റെ മഹഫറത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് ആ വിരിപ്പെന്ന് മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തണുത്ത വെള്ളത്തിൽ ഒതുവ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ, അങ്ങനെ നമസ്കാരത്തിനോട് നീ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് സൗകര്യവും സമയമോ ഒക്കെ ഉണ്ടാകുമ്പോ നമസ്കരിക്കലില്ല, നിനക്ക് ഏറ്റവും പ്രയാസമുണ്ടാകുമ്പോഴും ആ നമസ്കാരത്തിന് വിടാതെ അത് ജീവിതത്തിന്റെ ഒരു കൂടപ്പിറപ്പായി കൊണ്ട് ഒന്ന് വൈകിക്കഴിഞ്ഞാൽ മനസ്സ് കിടന്ന് പടയ്ക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ നമസ്കാരത്തെ കുറിച്ച്? എങ്കിൽ നിന്റെ നമസ്കാരം നിന്റെ ഖബറിൽ നിന്റെ അവസാനത്തെ കൂട്ടുകാരണം സലാം പിരിഞ്ഞു പോയാൽ വരുമോ നിന്റെ ഖബറിലേക്ക് നിന്റെ തലയുടെ അടുത്ത് വന്നു നിൽക്കും, നിന്റെ തലയുടെ അടുത്ത് വന്നു നിൽക്കും. അതേപോലെ തന്നെ നിന്റെ നോമ്പ് എങ്ങനെയുള്ള നോമ്പ്? പടച്ചവന്റെ ഖബറിന്റെ സ്വർഗമുണ്ട്, നരകമുണ്ടെന്ന ചിന്തയിൽ, മലക്കുകളുണ്ടെന്ന ചിന്തയിൽ എടുത്ത നോമ്പുണ്ടല്ലോ, ഇത് റബ്ബ് കാണുന്നുണ്ട്, കൂലിയുണ്ടെന്ന വിശ്വാസത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി, ആത്മാർത്ഥതയോടുകൂടി, കണ്ണിനെയും കാതിനെയും നാവിനെയും സൂക്ഷിച്ച, നിന്റെ മനസ്സ് തുറന്നു വെച്ച, നിന്റെ പോക്കറ്റ് തുറന്നു വെച്ച, നിന്റെ വാതില് തുറന്നു വെച്ച നോമ്പുണ്ടല്ലോ, എല്ലാ അർത്ഥത്തിലും തൗഹീദിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് നോമ്പെന്ന് പറയുന്നത്. അത് ആ നോമ്പ് അങ്ങനെ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവസാനം പെരുന്നാളിന്റെ എന്ന് പറയുന്ന ഒരു അല്ലാഹു അക്ബർ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ് അല്ലാഹു അക്ബർ. ഒരു മാസം കൊണ്ട് അവൻ നോമ്പിലൂടെ കാണിച്ചു, എനിക്ക് ഭക്ഷണത്തെക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ ഉറക്കത്തേക്കാൾ, എന്റെ എല്ലാ സുഖത്തേക്കാൾ എന്റെ റബ്ബാണ് വലുതെന്നൊരു മാസം കൊണ്ട് തെളിയിക്കുന്ന നോമ്പ്. അങ്ങനെയുള്ള നോമ്പാണെങ്കിൽ എടോ, നീ മരിച്ചു മയ്യത്തായി കബറിൽ കിടക്കുമ്പോ നിന്റെ വലത് ഭാഗത്ത് വന്നത് നിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നീ കഷ്ടപ്പെട്ട് തോന്നിച്ചുകൊണ്ട് വിയർപ്പൊഴുക്കിക്കൊണ്ട് ടെൻഷനടിച്ച് സമ്പാദിച്ച സ്വത്തുണ്ടല്ലോ, അതിൽ നിന്ന് ആത്മാർത്ഥമായി നീ സകാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സകാത്ത് വരും. എന്നിട്ട് നിന്റെ ഇടത് ഭാഗത്തൊരു സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിൽക്കുമെന്ന്
നിനക്ക് കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കാതെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, സമ്പത്ത് കൊണ്ട്, നിന്റെ സ്വാധീനം കൊണ്ട് നിനക്ക് എന്തെല്ലാം റബ്ബ് തന്നിട്ടുണ്ടല്ലോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നീ ചെയ്ത നന്മകളുണ്ടല്ലോ, ആ നന്മകളെല്ലാം ഒന്നിച്ചു വന്നുകൊണ്ട് നിന്റെ കാൽഭാഗത്ത് നിൽക്കുമെന്ന് റസൂൽ പഠിപ്പിക്കുന്നു. അങ്ങനെ നിന്റെ തലഭാഗത്തു കൂടി ഖബറെന്ന ആ വീട്ടിലേക്ക് വന്ന പരീക്ഷണവും ശിക്ഷയും വരികയാണെങ്കിൽ നമസ്കാരം പറയും, ഇതിനെ കടക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ വലതു ഭാഗത്തും കൂടെ വരുമ്പോ നോമ്പും, അതുപോലെ ഇടതു ഭാഗത്തും കൂടി വരുമ്പോ സന്നാത്തും, അതുപോലെ കാൽഭാഗത്തും കൂടി വരുമ്പോ നീ ചെയ്ത മറ്റു നന്മകളും നിന്റെയൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ശിക്ഷകളും വരാതെ തടഞ്ഞു നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനിന് അങ്ങനെ ഖബറിൽ അത്തരമൊരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ആ പ്രൊട്ടക്ഷനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മലക്കുകൾ ആ ഖബറിലേക്ക് ഇറങ്ങി വരും. ആ മലക്കുകൾ പറയും, ഇജ്ലിസ്, എഴുന്നേറ്റിരിക്ക്. സലാം പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ വരുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞു, കറുപ്പും നീലയും കളറുള്ള രണ്ട് മലക്കുകള്, മുങ്കർ നക്കീർ എന്ന പേരുള്ള കറുപ്പിൽ നീല കളറുള്ള രണ്ട് കളറുള്ള മലക്കുകൾ ഇന്ന് വരും. ആ മലക്കുകൾ സലാം ചൊല്ലിയിട്ട് വരും. എന്നിട്ട് നിന്നോട് എഴുന്നേറ്റിരിക്കാൻ പറയും. എഴുന്നേറ്റിരുന്നു കഴിഞ്ഞാൽ ആ മലക്കുകൾ അവനെ ഖബറിനെ വിടർത്തിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ കാണിച്ചു കൊടുക്കും. അവനെ പരീക്ഷിക്കുകയാണ്. അവന്റെ കർമ്മത എന്താണ്, അവന്റെ ആത്മാർത്ഥത എന്താണ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന ആ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവൻ പറയും, എനിക്ക് നമസ്കരിക്കണം. അവൻ പറയും, എന്നെ വെറുതെ വിട്ടേക്കണേ, എന്നെ വെറുതെ വിട്ടേക്കണേ, എനിക്ക് നമസ്കരിക്കണമെന്ന് അവൻ പറയും. ആ മലക്കുകൾ ചോദിക്കും, ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കും ആ മലക്കുകള്. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുമെല്ലാം ചോദിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കും. ആ സമയത്താണ് ഈ മനുഷ്യൻ പറയും, അതാ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്, എന്നെ ഒന്ന് വിട്ടേക്കണേ, ഞാൻ വേഗം അസുർ നമസ്കരിക്കട്ടെ, ഞാൻ വേഗം അസുർ നമസ്കരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് സൂര്യൻ അസ്തമിക്കുന്നതല്ല, മലക്കുകളിലൂടെ അള്ളാഹുവിനെ പരീക്ഷിച്ചതാണ്. അവന്റെ തഖ്വ അല്ലാഹു നടക്കുകയാണ്. അവൻ നമസ്കാരത്തിനായി ജീവിച്ചവനാണ്. അവൻ ഉറങ്ങിക്കിടക്കുന്നവനായിരുന്നു. അവൻ ഉണർത്തിയിട്ടത് കാണിച്ചു കൊടുത്തപ്പോ അവൻ എനിക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് മലക്കുകളോട് തർക്കിക്കുന്ന ഒരു രംഗമുണ്ട്. എന്നെ നിങ്ങൾ വിടൂ, ഞാൻ നമസ്കരിക്കട്ടെ. എന്നിട്ട് പറയാം, നിനക്ക് നമസ്കരിക്കാം, നിനക്ക് നമസ്കരിക്കാം, പക്ഷേ ഞങ്ങൾ ചോദിച്ചതിന് ആദ്യം ഉത്തരം പറയുക, അതിനുശേഷം നിങ്ങൾ നമസ്കരിക്കാൻ അനുവദിക്കാം. അപ്പോൾ അവൻ പറയും, അത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദാണ്. ആ അല്ലാഹുവിന്റെ മുഹമ്മദ് റസൂലാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ മനുഷ്യന്റെ അവിടെ ശഹാദത്ത് ചൊല്ലും. ആ മലക്കുകൾ അവരോട് പറയും, അലാ ദാലിക അതെ, നീ ഇങ്ങനെ തന്നെയാണ് ജീവിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇങ്ങനെ തന്നെയാണ് മരിച്ചതെന്നും ഞങ്ങൾക്കറിയാം. അതെ, ഈ ഭൂമിയിൽ നിന്നാണ് നിന്നെ ജീവിപ്പിച്ചത്, ഈ ഭൂമിയിലേക്കാണ് നിന്നെ മരിപ്പിച്ചത്, ഈ ഭൂമിയിൽ തന്നെയാണ് നിന്നെ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കാനും പോകുന്നത് എന്ന് പറയുകയും ആ മനുഷ്യന് സ്വർഗത്തിലേക്കുള്ളൊരു വാതില് ആ ഖബറിൽ നിന്ന് തുറന്നു കൊടുക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഖബറിന്റെ ചോദ്യത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും
വളരെ ചെറിയ ഒരു ശകലം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്കിതിൽ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹസനാത്തുകളെല്ലാം തന്നെ നമുക്ക് ഖബറിൽ തുണയായി, നമുക്ക് തണിയായി, നമുക്ക് പ്രൊട്ടക്ഷനായി വരുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. ഈ റമദാനെ ഉപയോഗപ്പെടുത്തണേ. റമദാന്റെ ഓരോ നാളുകളും ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോ എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ സക്കാത്തും ഞാൻ ചെയ്ത മറ്റ് സൽക്കർമ്മങ്ങളുമെല്ലാം നാളെ എന്റെ ഖബറിൽ എന്റെ തലഭാഗത്തും വലഭാഗത്തും ഇടഭാഗത്തും കാലിനുമൊക്കെ നിന്നുകൊണ്ട് എനിക്ക് സുരക്ഷ നൽകുമോ അല്ലാഹ്, അതിനുതകുന്നതാണോ എന്ന് ചിന്തിക്കുകയും അതിനുള്ള കോട്ടങ്ങളും കുറവുകളും കണ്ടെത്തിക്കൊണ്ട് അത് നികത്താനുള്ള അവസരമായി എടുക്കുകയും ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ അവസാന നാളിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. പലപ്പോഴും അവിടുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സന്ദർഭത്തിൽ പറഞ്ഞു, എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രത്യേകമായി തന്റെ കുടുംബത്തിന് ഉപദേശം കൊടുത്തു. യാ മഅ്ശറ ഖുറൈശ്, എന്റെ ഗോത്രമായ ഖുറൈശി സമൂഹമേ, അല്ലാഹുവിന്റെ രക്ഷയുടെ മാർഗം, രക്ഷപ്പെടാനുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തണേ. നിങ്ങൾക്ക് വേണ്ടി നാളെ പരലോകത്ത് റബ്ബിനോട് എനിക്കൊന്നും പറയാൻ സാധ്യമല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയുകയുമില്ല. അടുത്തതായിട്ട് പറഞ്ഞു, യാ ആല അബ്ദുമനാഫിന്റെ കുടുംബമേ, അതാണ് സുബ്ഹാന ഉപ്പാന്റെ കുടുംബത്തെ വിളിക്കുകയാണ്. നാളെ പരലോകത്തെ അല്ലാഹുവിനുള്ള രക്ഷ നിങ്ങൾ തന്നെ സമ്പാദിക്കണേ, നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണേ. എനിക്ക് അല്ലാഹുവിന്റെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തു തരാനില്ല കേട്ടോ. പിന്നെ വിളിക്കുന്നു, യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ ജീവിച്ചിരിപ്പുള്ള ഒരേ ഒരു പുത്രൻ പിതാവിന്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങളെ തന്നെ രക്ഷിക്കണേ. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ഒന്നും പറയാൻ എനിക്ക് സാധ്യമല്ല. അവസാനം വിളിക്കുന്നു, യാ സഫിയ്യത അമ്മത റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മായി സഫിയ റളിയല്ലാഹു, സുബൈർ ഇബ്നു അവ്വാമിന്റെ പ്രിയപ്പെട്ട മാതാവ് ആ സഫിയ റളിയല്ലാഹു വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ അമ്മായി, അല്ലാഹുവിനെ നിങ്ങളെ കാത്തോളണേ. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനെ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. അവസാനം ഒരാളെ വിളിക്കുകയാണ്. ആരാണെന്നറിയുമോ? റസൂലുള്ളാഹിക്ക് ഏറ്റവും ജീവിതത്തിൽ പ്രിയപ്പെട്ട ആള്. അതാരാ? റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് ജീവിതത്തിൽ രണ്ടു വാക്കില്ല അല്ലെ, ഒറ്റ വാക്കാണ്. ആരാണ്? ഫാത്തിമ, എന്റെ ഹൃദയത്തിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ ഫാത്തിമയെ കണ്ടാൽ കൊച്ചുകുട്ടികളെ പോലെ ഓടിച്ചെന്ന് ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് തോളിൽ കൈയിട്ട് കൊണ്ടുവന്ന് അല്ലാഹു റസൂലിനെ നിർത്തിക്കൊണ്ട് ആദ്യമായിട്ട് കാണുന്നത് പോലെ ഫാത്തിമയെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോ അസൂയയോടെ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളിപ്പോ ആദ്യമായിട്ട് കാണാ ഫാത്തിമാനെ? എന്തോ ഫാത്തിമ എന്തോ കൊറേ കാലം കഴിച്ച് വന്ന പോലെ ഉച്ചക്ക് വന്നിട്ട് പോയതല്ലേ, വൈകുന്നേരം വന്നിട്ട് ഒത്ര മാത്രം നോക്കാണ്ടോ? സ്ത്രീ സഹജമായ അസൂയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര പ്രിയപ്പെട്ടതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. മരണത്തിന്റെ അവസാന നാളിൽ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഫാത്തിമ ബിന്ത മുഹമ്മദി, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്റെ ജീവനെ നീ തന്നെ കാക്കണേ മോനെ.
സലൂനി മാലി മിൻ ശിഅതി. എന്റെ ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്റെ അടുക്കലുള്ള സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ മോളെ, നിനക്ക് ഇഷ്ടമുള്ളത്. ലാ അഗ്നി അൻകി മിനല്ലാഹി ശൈആ. നാളെ പരലോകത്ത് വന്ന് ഉപ്പാനോടൊന്ന് ചോദിച്ചാലും കിട്ടൂല മോളെ. റസൂലുള്ളാഹി പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രിയമുള്ളവര്, എന്തിനത് പറഞ്ഞറിയോ? ആരെങ്കിലൊക്കെ രക്ഷിക്കുച്ചിട്ട് കാത്തിരുന്നാൽ അവസാനം നരകത്തിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ ഖബറിലേക്ക് വന്നു നിൽക്കാൻ നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരം സക്കാത്തേക്ക് ഉണ്ടാവുള്ളൂ. നാളെ പരലോകത്ത് നമ്മുടെ തുലാസിലേക്ക് നമ്മുടെ നന്മകളെ ഉപകരിക്കുകയുള്ളൂ. ആർക്കും നമ്മുടെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ രക്ഷിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയോ? അവർക്ക് കിട്ടേണ്ട ശിക്ഷയൊക്കെ കിട്ടിയതിന് ശേഷമാണ് അവരുടെ കരച്ചിലുള്ള സുഖങ്ങൾ കേൾക്കുക. അപ്പോഴാണ് റബ്ബിനോട് സുജൂദിൽ വീഴുക. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കും. എന്താണത് മനസ്സിലാക്കി തരുന്നത്? നരകത്തിന്റെ ശിക്ഷയിൽ ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമളാൻ മഗ്ഫിറത്തിന്റെ ഇത്തഖമിന്നാറിന്റെ ദിനങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ അത് നമ്മുടെ സ്വർഗപ്രവേശത്തിന്റെയും നരകമോചനത്തിന്റെയും നാളുകളാണെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അകമഴിഞ്ഞ് മുറുക്കി ഉടുത്ത് ഉറക്കം കുറച്ച് അതുപോലെ ദുനിയാവിലെ ഓട്ടം ഒന്ന് ചുരുക്കി ധാരാളം കയ്യും മനസ്സും പോക്കറ്റും ഒക്കെ തുറന്നു വെച്ച് റബ്ബിനോടല്ല, എന്റെതെല്ലാം ഞാൻ നൽകാൻ തയ്യാറാണ്, പകരം എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി എന്ന കൊതിയോടെ ആ നരകത്തിൽ രക്ഷപ്പെട്ടാൽ മതി എന്ന ഭയത്തോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗികളായി വീടുകളിൽ വിശ്രമിക്കുന്നവരുണ്ട്. ഇന്ന് ഒരു രോഗിയായ ഒരു ഉമ്മയെ കണ്ടു. ആ ഉമ്മയുടെ മക്കൾക്ക് ദുനിയാവിന്റെ ഏതറ്റത്തെത്ര കോടികൾ ചിലവഴിച്ചാലും കൊണ്ടുപോകാൻ കഴിവുള്ള മക്കളാണ്. പക്ഷേ ആ ഉമ്മയുടെ കിടത്തം കണ്ടപ്പോൾ പ്രസവിച്ച പിഞ്ചു കുട്ടികളെ പോലെ ഒന്നും അറിയാതെ, വിളിച്ചാലും അറിയാത്ത രൂപത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഭക്ഷണമാണെന്ന് അറിയാത്ത രൂപത്തിൽ, കാഷ്ടവും മൂത്രവും പോയിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ ആ ഉമ്മയുടെ കിടത്തം കണ്ടപ്പോൾ പ്രിയമുള്ളവരെ, എത്രയുള്ളൂ ദുനിയാവും. എന്തുണ്ടായാലും അള്ളാഹു സുബ്ഹാനഹു കൂടുതൽ പരീക്ഷിക്കാതെ അവർക്ക് എന്താണോ ഖൈർ, ഏറ്റവും ഖൈറായി അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകളുണ്ട്. ചെറുപ്പക്കാരും വൃദ്ധരുമായ ധാരാളം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു അവർക്കെല്ലാം അവരുടെ രോഗം എന്താണെന്ന് കൃത്യമായ ചികിത്സയും മരുന്ന് നൽകി അവർക്ക് അള്ളാഹു പരിപൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഖബറുകളിൽ നമ്മുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, അള്ളാഹു അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽക്കാരായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وعلى اله. سبحانك اللهم ربنا وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله.